ഈ കൊച്ചിയുടെ മണ്ണിനും കൊച്ചി രൂപതയ്ക്കും രൂപത വിശ്വാസികൾക്കും പുതിയൊരു അധ്യായം പിറക്കുകയാണ്. കഴിഞ്ഞ നീണ്ട 19 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ കൊച്ചി രൂപതയ്ക്ക് പുതിയൊരു മെത്രാനെ ലഭിച്ചിരിക്കുകയാണ്. കൊച്ചി രൂപതയുടെ 36ാമത് മെത്രാനായി മോൺസിഞ്ഞൂർ ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവ് സ്ഥാനം ഏൽക്കുകയാണ്. ഈ നിമിഷം നമ്മോടൊപ്പം ആന്റണി പിതാവ് ചേരുകയാണ്. പിതാവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പിതാവെ, സ്വാഗതം. പിതാവെ, കൊച്ചി രൂപതയുടെ നിയുക്ത മെത്രാനായി അങ്ങേ ലിയോ പാപ്പ സ്ഥാനമേൽപ്പിച്ചപ്പോൾ ആദ്യമായി ആ വാർത്ത കേട്ടപ്പോൾ എന്തായിരുന്നു അങ്ങയുടെ മനസ്സിലൂടെ കടന്നുപോയത്? ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് അതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു ഉത്തരവാദിത്തം എന്നിലേക്ക് വരും എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. അന്ന് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചതാണ്. അതൊരിക്കലും എന്നിലേക്ക് വരില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചതുള്ളതാണ്. പക്ഷെ അത് നുൻഷോ വഴി അത് എനിക്കറിയാൻ സാധിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒത്തിരിയേറെ വിഷമിച്ച ഒരു സമയമായിരുന്നു അത്. പിന്നെ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും ദൈവം എന്നെ ഏൽപ്പിക്കുമ്പോൾ അതനുസരിച്ച് ദൈവം എന്നെ അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ കൃപ എന്നിൽ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് എന്താണോ ദൈവം എന്നിലൂടെ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനായിട്ട് ഞാൻ എന്നെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ച ഒരു നിമിഷമാണിപ്പോൾ. ദൈവം എന്താ ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള എൻ്റെ ലക്ഷ്യം. ഒരു പിറന്നാൾ ദിനത്തിലായിരുന്നു ആ ഒരു കോള് വന്നത് അല്ലേ? അതെ, ന്യൂൻഷോയുടെ കോൾ. അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു പിറന്നാൾ ദിനത്തിൽ ഒരു മിസ് കോൾ കണ്ടു, ആ ന്യൂൻഷോ ആണെന്ന് പിന്നീട് ട്രൂ കോളർ വഴി നോക്കിയപ്പോൾ അത് മനസ്സിലായി അല്ലേ? അതിനുശേഷമാണ് തിരിച്ചു വിളിക്കുന്നത്. ആ ടൈമിൽ തോന്നിയിരുന്നു ഇങ്ങനൊരു നിയോഗം പറയാനായിരിക്കും എന്നുള്ളത്? തീർച്ചയായിട്ടും ന്യൂൻഷോ എന്നെ ഒരു രീതിയിൽ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേര് ട്രൂ കോളറിൽ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഞെട്ടലുണ്ടായത്. തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയുള്ള എന്തെങ്കിലും വിശേഷം പറയാനായിട്ടായിരിക്കും എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെയാണ് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. കാരണം ഒരു ബർത്ത്ഡേ വിഷ് ആയിരിക്കില്ല എന്ന് ഉറപ്പായിരുന്നു അല്ലേ? ബർത്ത്ഡേ വിഷ് ചെയ്തു അദ്ദേഹം. ആദ്യമേ ബർത്ത്ഡേ വിഷ് ചെയ്തു. എന്നിട്ടാണ് പറഞ്ഞത് ഒരു ഗിഫ്റ്റ് കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത എന്നെ അറിയിച്ചു. പിതാവ്, ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു രൂപതയാണ് കൊച്ചി രൂപത എന്നുള്ളത്. കേരളത്തിലെ ആദ്യത്തെ രൂപത, ഇന്ത്യയിലെ 2ാമത്തെ രൂപത. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മെത്രാന്മാരുണ്ടായിട്ടുള്ളതും കൊച്ചി രൂപതയ്ക്കാണ്. 36ാമത്തെ മെത്രാനായിട്ടാണ് അങ്ങ് സ്ഥാനമേൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു രൂപതയുടെ മെത്രാനായിട്ട് അങ്ങ് സ്ഥാനമേൽക്കുമ്പോൾ ആദ്യം ടെൻഷനാണോ കൂടുതൽ, അതോ സന്തോഷമാണോ? എന്താണ് പിതാവിന് പറയാനുള്ളത്? ടെൻഷൻ, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച ഞാൻ ഇതിനെക്കുറിച്ച് ഓർത്ത് ഒത്തിരിയേറെ വിഷമിച്ചതാണ്. എന്നിരുന്നാലും പിന്നീട് ആ ടെൻഷന് യാതൊരു അർത്ഥവുമില്ല. കാരണം ദൈവം എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ചിട്ടുള്ള കഴിവും എന്നെ ഒരുക്കുകയും ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം. 1557 സ്ഥാപിതമായിട്ടുള്ള രൂപതയാണ്. അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ള എല്ലാം അറിയാം. എന്നിരുന്നാലും എന്താണോ ഈ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആ ചെയ്യേണ്ട സമയത്ത് ദൈവം എനിക്കതിനുള്ള കഴിവും തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ടെൻഷൻ കാര്യമായിട്ടൊന്നുമില്ല. കൊച്ചി രൂപതയുടെ പൈതൃകത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ ഈ രൂപതയെ നയിക്കും അല്ലേ? തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങയുടെ വീട്ട് മാതാപിതാക്കൾ, ബാല്യകാലം, അതിനെക്കുറിച്ചൊന്ന് പ്രേക്ഷകരൊന്ന് പരിചയപ്പെടുത്തണം. എൻ്റെ വീട് മുണ്ടമ്പേലി, കൊച്ചിയിലെ മുണ്ടമ്പേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ 7 മക്കളാണ്. അപ്പച്ചനമ്മച്ചി 4 പെണ്ണും 3 ആണും. ഞാനാണ് കുടുംബത്തിലെ ഏറ്റവും ഇളയത്, 7ാമത്തേത്. അപ്പച്ചനമ്മച്ചി മരിച്ചു. അമ്മച്ചി മരിക്കുന്നത് 2011, അപ്പച്ചൻ 2013 മരിച്ചു. ബാക്കി ഞങ്ങൾ സഹോദരങ്ങളെല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. ബാല്യകാലം എങ്ങനെയായിരുന്നു? ബാല്യകാലം 15 വയസ്സ് വരെ, സെമിനാരി ചേരുന്നവരെ വീട്ടിലായിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും പ്രാർത്ഥിക്കുന്നൊരു കുടുംബമായിരുന്നു. അപ്പം എൻ്റെ കുടുംബം മാത്രമല്ല, അന്ന് പൊതുവേ എല്ലാവരും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെയാണ് അടിയന്തരാവസ്ഥ കാലമൊക്കെ ഉള്ളത്. എല്ലാ കുടുംബങ്ങളിൽ തന്നെ ദാരിദ്ര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി പള്ളിയിൽ പോണ ശീലമുണ്ട്, കുടുംബത്തിൽ പ്രാർത്ഥനയുടെ ഇതുണ്ട്. അപ്പച്ചനും അമ്മച്ചിയും വളരെ ചിട്ടയോടുകൂടിയാണ് വളർത്തിയത്. കാരണം ജീവിതത്തിൽ നല്ലത് ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് എപ്പോഴും അപ്പച്ചനും അമ്മച്ചി ശ്രമിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നല്ലൊരു ശിക്ഷണം കിട്ടി. പിന്നെ ഓൾട്ടർ ബോയ് ആയി. അപ്പോഴാണ് അച്ഛന്മാരായിട്ടുള്ളൊക്കെ ബന്ധം വരുന്നത്.
അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ തന്നെ 3 സെമിനാരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് എനിക്കിഷ്ടമായിരുന്നു. അച്ഛന്മാരെ പൊതുവെ ഇഷ്ടമാണ്. അപ്പോൾ ഇവരൊക്കെ അച്ഛനാകാൻ വേണ്ടി പഠിക്കുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ഞാൻ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ സെമിനാരിൽ ചേരുന്നതിന് മുമ്പ് തന്നെ ഒബ്ലേറ്റ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് എന്ന് പറഞ്ഞ കൊടുങ്ങല്ലൂരിലുള്ള സെമിനാരിയിൽ ഞാൻ അങ്ങനെ അവിടെ ദൈവവിളി ക്യാമ്പിനൊക്കെ പോയിട്ടുണ്ട്. അവിടെ ചേരാനാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. പിന്നെ എന്തുകൊണ്ടോ അവിടെ ചേർന്നില്ല. ഇവിടുത്തെ ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ ഇവിടെ ചേരാനാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഇവിടെ പിറ്റി സെമിനാരിൽ കയറുന്നത്. ചെറുപ്പകാലങ്ങളിൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും നല്ലൊരു പാഠം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത്യാവശ്യം അപ്പച്ചൻ്റെ ഒരാളുടെ ജോലി അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് മാത്രം കടന്നു പോകുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളൊരിക്കലും തെറ്റായ വഴിയിലേക്ക് പോകരുത്. അത് എന്നെ മാത്രമല്ല, മുതിർന്നത് 3 പെൺപിള്ളേരാണ്. അത് കഴിഞ്ഞിട്ടാണ് 2 ആണ്. പിന്നെ എൻ്റെ നേരെ മൂത്ത ചേച്ചി, പിന്നെ ഞാൻ. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ പെരുമാറുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ എല്ലാത്തിലും അപ്പച്ചനും അമ്മച്ചിയും എങ്ങനെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു തരുമായിരുന്നു. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് ആർക്കും തന്നെ തെറ്റ് പറ്റിയിട്ടില്ല. ആരുടെയും മുമ്പിൽ നീ അങ്ങോട്ട് മാറി നിൽക്ക് എന്നുള്ള ഒരു വാക്ക് കേൾക്കരുത് എന്നുള്ളത് അപ്പച്ചൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി നിൽക്കരുത്, അർഹതപ്പെടാത്തത് ആഗ്രഹിക്കരുത് എന്ന രീതിയിലുള്ള ഒരു ഉപദേശം എപ്പോഴും അപ്പച്ചൻ്റെ ഭാഗത്തുണ്ടാകുമായിരുന്നു. പിന്നെ അമ്മച്ചിയാണെങ്കിൽ അതുപോലെ തന്നെ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു ശീലം. ഞാൻ അച്ഛനായി കഴിഞ്ഞപ്പോൾ അത് ഡബിളായി എന്ന് വേണമെങ്കിൽ പറയാം. 2 പേരും കുടുംബം തന്നെയും അങ്ങനെ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലവും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആയിരിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരാനായിട്ടുള്ള ഒരനുഗ്രഹം ഉണ്ടായത്. ഈ വൈദികനാവാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത് അപ്പച്ചനാണെന്ന്. വൈദികനാകാനായിട്ട് എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ്റെ ഒത്തിരിയേറെ നല്ല ഗുണങ്ങൾ ചെറുപ്പം മുതലേ കണ്ട് ശീലിച്ചിട്ടുണ്ട്. അമ്മച്ചി അതുപോലെ തന്നെയാണ്. എന്നാലും ഞാൻ പറയണത് അപ്പച്ചൻ്റെ പുറകിലേ എപ്പോഴും അമ്മച്ചി നിൽക്കുള്ളൂ. അപ്പച്ചനാണ് വീട്ടിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. മക്കളെ വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവം 2 പേർക്കും ഇല്ലായിരുന്നു പണ്ട് മുതലേ. പിന്നെ പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന രീതിയിലുള്ള സ്വഭാവമായിരുന്നു എല്ലാവരുടെയും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ അപ്പച്ചനെ പോലെ ആകുക എന്നുള്ളതൊക്കെയാണ് ഏതൊരു കുട്ടിക്കും ആ സമയത്തൊക്കെ ഉണ്ടാകുക. പക്ഷേ അപ്പച്ചൻ എപ്പോഴും എന്നിലും ഒരു 10 മടങ്ങ് മുന്നിലായിരിക്കും ഇപ്പോഴും. അങ്ങനെ ഒരു നല്ല ശീലങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു. ഈ അച്ഛനാകണം എന്നുള്ളൊരു ആഗ്രഹം പിതാവിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ഉടലെടുത്തപ്പോഴാണ്? ഉടലെടുത്തത് ഈ സെമിനാരി വിദ്യാർത്ഥി ആകുന്നതിന് മുമ്പുള്ള, ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ള സെമിനാരിയൻസിനെയൊക്കെ കണ്ട് ആ സമയത്ത്, അതുപോലെ തന്നെ അച്ഛന്മാരോടുള്ള അടുപ്പം. അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാകാം എന്നോട് സെമിനാരി കയറുന്നത് അച്ഛനാകുന്നത്. ഞാനത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ആ സാഹചര്യത്തിൽ ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് വളരെ ഇഷ്ടമാകാൻ സാധ്യതയുള്ളൂ. ഞങ്ങളുടെ ആ ഇടവകയിൽ നിന്ന് അന്ന് സെമിനാരിൽ ചേർന്നത് ഞങ്ങൾ 4 കൂട്ടുകാരാണ്. ഒരേപോലെ പഠിച്ച 4 പേരായിരുന്നു. പിന്നീട് അവരവരുടെ ഓരോ ദൈവവിളിക്കനുസരിച്ച് അവർ മാറി. ഈ അതിനുശേഷം ഇത് വീട്ടിൽ പറയുമ്പോൾ ഇപ്പോൾ ആരോടായിരുന്നു പറഞ്ഞിരുന്ന ആദ്യം എനിക്ക് ഈ ഒരു വൈദികനാവാൻ പോകണം അല്ലെങ്കിൽ സെമിനാരി? അപ്പച്ചനോട് തന്നെയായിരിക്കും. അപ്പച്ചനോട്. വീട്ടിൽ എന്തായിരുന്നു ആ സമയത്തുള്ള റെസ്പോൺസ്? അവർക്ക് സന്തോഷമാവുള്ളൂ അല്ലേ? ആരും അങ്ങനെ നിർബന്ധിച്ചിട്ടല്ലല്ലോ, ഞാൻ തന്നെ ആവശ്യപ്പെടുന്നതാണല്ലോ. വീട്ടിലെ സാഹചര്യത്തിൽ ഞാനെപ്പോഴും പറയും, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ അച്ഛനാകാൻ പോകാനായിട്ട് വളരെ ഈസിയാണ്. കാരണം അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് വീട്ടിൽ. പിന്നെ ഞാനങ്ങനെ പറയുകൂടി ചെയ്യുമ്പോൾ എല്ലാവർക്കും സന്തോഷമേ ആകുള്ളൂ. എങ്ങനെയായിരുന്നു പിന്നീട് സെമിനാരി ജീവിതം വന്നത്? സെമിനാരിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ മാത്രമേ ഇവിടെ ഉള്ളൂ. അന്നത്തെ കാലത്ത് ആദ്യത്തെ 1 വർഷം സെമിനാരിൽ പഠിക്കുക, പിന്നീടുള്ള 2 വർഷം അന്ന് പ്രീ ഡിഗ്രിയാണ്. അത് നമ്മൾ വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത്. അതിനുശേഷം പ്രീ ഡിഗ്രി പാസ്സായതിന് ശേഷം നമ്മൾ 4th ഇയർ വീണ്ടും മൈനർ സെമിനാരിലേക്ക് വരണം. എന്നിട്ടാണ് ഇവിടെ 1 വർഷം നിന്നിട്ടാണ് പിന്നെ ഫിലോസഫി പഠിക്കാനായിട്ട് ആലുവ കർമ്മലേരി സെമിനാരിയിലേക്ക് പോകേണ്ടത്. അപ്പോൾ ആദ്യത്തെ 1 വർഷം വളരെ നന്നായിട്ട് പോയി. കാരണം ഒത്തിരി കൂട്ടുകാരെ കിട്ടി. പിന്നെ ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, പിന്നെ കുരുത്തിരി പിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള സ്നേഹം, അതെല്ലാം കൊണ്ട് പോയി. പിന്നെ 2 വർഷം പ്രീ ഡിഗ്രി വീട്ടിൽ നിന്ന് പഠിച്ചപ്പോഴാണ് എനിക്കിത്തിരി ചാഞ്ചാട്ടമൊക്കെ ഉണ്ടായി. ഇങ്ങോട്ട് വരണോ എന്ന രീതിയിലൊക്കെ ചിന്തിച്ച് തുടങ്ങിയ ഒരു സമയമായിരുന്നു 2 വർഷം. പിന്നീട് ഇവിടെ തിരിച്ചു വന്ന് പിന്നെ ആലുവ പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻ്റെ എൻട്രൻസിൻ്റെ ഒക്കെ പരീക്ഷയുടെ കാലഘട്ടമായിരുന്നു.
അപ്പോൾ ആലുവ ചെന്നപ്പോൾ അത് വേറൊരു അറ്റ്മോസ്ഫിയറാണ്. അവിടെ 100 ചില്ലാനും കുട്ടികളുണ്ടായിരുന്നു. കേരളത്തിലെ ഒട്ടുമിക്ക രൂപതയിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നൊരു സ്ഥലം. ഏകദേശം 100ഓളം കുട്ടികൾ എൻ്റെ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ 1-2 വർഷം ഇതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് പോയി. പിന്നീടാണ് ഞാൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങിയത്, എനിക്ക് ഇതിനുള്ള ഒരു അർഹതയുണ്ടോ, അല്ലെങ്കിൽ വൈദികനാക്കാനായിട്ടുള്ള ഞാൻ എന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് വീണ്ടും എന്നിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. സെമിനാരിയിൽ കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ ഇത്രയും മഹനീയമായിട്ടുള്ള ഒരു കൂദാശ സ്വീകരിക്കുവാനായിട്ടുള്ള അർഹതയെക്കുറിച്ചുള്ള ചിന്തയാണ് വീണ്ടും എന്നെ വിഷമിപ്പിച്ചത്. അപ്പം അതിനുള്ള ഉത്തരം എനിക്ക് കുരുത്തർപിതാവിൽ തന്നെയാണ് കിട്ടുന്നത്. ഞാൻ സംശയിച്ചെങ്കിലും കുരുത്തർപിതാവിന് എന്നിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഒരിക്കലും ഇവിടെ അദ്ദേഹത്തിൻ്റെ കോൺസക്രേഷൻ്റെ സെലിബ്രേഷൻ, അന്ന് എല്ലാ സെമിനാരിയൻസും അച്ഛന്മാരെല്ലാവരും വന്നാണ് അത് ആഘോഷിക്കുക. ഒരു രാത്രി കലാപരിപാടികളൊക്കെ നടക്കുമ്പോൾ ആരോ ഒന്ന് എന്നെ വിളിച്ചു, പിതാവ് വിളിക്കുന്നു, സംസാരിക്കാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫിലോസഫി പീരീഡ് കഴിഞ്ഞു. ഇനി ഞാൻ തിയോളജിക്ക് വേണ്ടിയിട്ട് മംഗലപ്പുഴ സെമിനാരിലേക്ക് പോകണം അടുത്ത വർഷം. അപ്പോൾ ആ ഒരു സമയത്താണ് പിതാവ് ഇങ്ങനെ വിളിച്ച് എന്നെ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, പഠനത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആൻ്റണി ഇനി റോമിൽ പോയി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാനിതിന് അർഹനാണോ എന്നുള്ളൊരു ചോദ്യവും അതിൻ്റെ ഒരു വിഷമതയിലായിരുന്നു ഞാൻ. അപ്പം ഞാൻ തിരിച്ച് പിതാവിനോട് മറുപടി പറഞ്ഞത്, പിതാവിന് എന്നെ വിശ്വാസം ഉണ്ടാവുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ പിതാവ് മറുപടി പറഞ്ഞു, എനിക്ക് ആൻ്റണീനെ വിശ്വാസമാണ്, തിയോളജി റോമിൽ പോയി പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരമായിട്ട് പിതാവിൻ്റെ ആ വാക്ക് എനിക്ക് മനസ്സിലായത്. എനിക്ക് സംശയമുള്ളൂ, എൻ്റെ മേലധികാരിക്ക് എന്നെക്കുറിച്ച് യാതൊരു സംശയമില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അതൊരു അല്ലേ, ദൈവത്തിന് പിതാവിൻ്റെ മേൽ അന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതെ, പിതാവിൽ നിന്ന് തന്നെ കേട്ടതല്ലേ. ഈ ഒരു സ്ട്രഗ്ലിങ്, ആ ഒരു സമയത്ത്, ഈ സെമിനാരി പഠന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രഗിളിൻ്റെ സമയത്ത് അത് വീട്ടിൽ അറിയിച്ചിരുന്നോ? ഇല്ല, ഞാൻ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ലായിരുന്നു. ഞാൻ മാക്സിമം ഷെയർ ചെയ്തിട്ടുള്ളത് എൻ്റെ സ്പിരിച്വൽ ഫാദറുമായിട്ട്. പക്ഷേ സ്പിരിച്വൽ ഫാദറിൻ്റെ അടുത്തും ഞാൻ ഇങ്ങനെയൊന്നും ക്ലിയറായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ മനസ്സിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നത്. കാരണം അവർക്ക് എന്നെക്കുറിച്ച് പറയാനായിട്ടൊരു നെഗറ്റീവ് ഇല്ല. എല്ലാ ആക്ടിവിറ്റീസിലും ഞാൻ പങ്കെടുക്കുന്ന ഒരാളാണ്. നല്ലൊരു ഫുട്ബോൾ പ്ലെയർ, അല്ലെങ്കിൽ എന്താണ് ഏൽപ്പിക്കുന്നതെല്ലാം നല്ലതായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അതിശയം വരും, എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് ചോദിക്കുള്ളൂ. ഈ ഒരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ച് എന്നെ കൊണ്ടിരുന്നൊരു കാര്യമാണ്. അതിനുശേഷം പിന്നെ റോമിലായിരുന്നു. പിന്നെ 5 വർഷം റോമിലാണ് പഠിച്ചത്. തിയോളജി പഠിച്ചു. പിന്നെ ബൈബിളിൽ ലൈസൻഷിയേറ്റ്. അതിനുശേഷം പട്ടം. അതിനുശേഷം വന്നിട്ടാണ് 98 പട്ടം കുരുത്തർപിതാവിൽ തന്നെ സ്വീകരിക്കാനായിട്ട് പറ്റും. ആ ഒരു ആദ്യ കുർബാനയെ കുറിച്ച് ഒന്ന്. അത് ഭയങ്കര വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അത് എന്ന് പറഞ്ഞാൽ, ഒന്ന് ആ ഒരു 5 വർഷത്തെ ഗ്യാപ്പ് നമുക്കുണ്ടല്ലോ, പിന്നെ കുർബാന അർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്ന ആ ഒരു മൊമെൻ്റ് എന്നുള്ളത് അത്രത്തോളം മനോഹരമായിരുന്നു. ഇന്നും ആ ഒരു ദിവസങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ഓർമ്മ ഉണ്ട്. എൻ്റെ ഇടവപ്പള്ളിയിൽ വെച്ച് തന്നെയായിരുന്നു പട്ടം സ്വീകരിച്ചതും എൻ്റെ ആദ്യ കുർബാന. ആ സമയത്ത് മാതാപിതാക്കൾ എല്ലാവരും അറിയാമല്ലോ, അവരും ഇത്രയും വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയൊക്കെ ചെയ്തൊരു നിമിഷമായിരുന്നു. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വലിയ സംഭവമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പിതാവ് ജുഡീഷ്യൽ വികാരായിട്ട് രൂപതയായിട്ട് ഇരുന്നിട്ടുണ്ട്, വിവിധ ഇടവകൾ സേവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ അങ്ങയുടെ ആ ഒരു വൈദിക ജീവിതത്തിൽ ഏറ്റവും സ്പർശിച്ച അനുഭവം ഒന്ന് ഷെയർ ചെയ്യാം. വ്യക്തിപരമായിട്ട് ഞാൻ ഇരുന്ന ഇടവകളിലെല്ലാം എനിക്ക് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. ജനങ്ങളുമായിട്ട് അവരുടെ പല പ്രശ്നങ്ങളിലും സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി പല കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കാൻ, അങ്ങനെ ഒത്തിരിയേറെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് ഒത്തിരിയേറെ നല്ല അനുഭവങ്ങൾ ഞാൻ ആരുടെ കൂടെയാണോ വർക്ക് ചെയ്തിട്ടുള്ളത്, ഏത് വികാരിച്ചന്മാരുടെ കൂടെയാണോ, അവരിൽ നിന്നൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് ഒത്തിരിയേറെ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു വൈദികനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ജനങ്ങളിൽ നിന്നോ ഒരു മോശമായിട്ടുള്ള അനുഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ ചിലപ്പോൾ ഞാൻ അവരോട് പെരുമാറിയത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല.
അത് ഏതായാലും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് എല്ലാ ഇടവകയിലും ഞാൻ ഇരുന്ന ഇടവകയിലൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞത്. കാരണം അവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ മിക്കവരും തന്നെ എല്ലാവരും തന്നെ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അവരുടെ സന്തോഷം അതുപോലെ തന്നെ പ്രാർത്ഥന ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് എപ്പോഴും എല്ലാവരും തന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങയുടെ കൊച്ചച്ഛനായിരുന്ന അച്ഛൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കൊച്ചച്ഛൻ പറയുന്നുണ്ട് എനിക്ക് നല്ലൊരു വികാരിയച്ഛനെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഈ അവസാനം ഉണ്ടായിരുന്ന ഇടവകയെ കുറിച്ചും അവിടെ പ്രവർത്തിച്ചതിനെ കുറിച്ചും. കുമ്പളം സെൻറ്റ് ജോസഫ് പള്ളിയിലായിരുന്നു ഞാൻ ഏകദേശം 1 വർഷവും 11 മാസം എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്താണ് അനൗൺസ്മെൻറ്റ് വരുന്നത്. എനിക്ക് ആ ഇടവകയും അത്രയും പ്രിയപ്പെട്ടതാണ്. ഒന്നാമത്തെ സെൻറ്റ് ജോസഫ് പള്ളി എന്ന് പറയുമ്പോൾ തന്നെ ഔസപിതാവിനെ ഞാൻ ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നേരത്തെയും കുമ്പളങ്ങിയിൽ സെൻറ്റ് ജോസഫ് പള്ളിയിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔസപിതാവിൻ്റെ പള്ളിയിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒന്നും ചിന്തിക്കാതെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. എന്ന് പറഞ്ഞാൽ ഞാൻ അത്രത്തോളം സന്തോഷിച്ച് തന്നെ അങ്ങോട്ട് പോയത്. അവിടെ ചെന്ന് എനിക്ക് വളരെ മനോഹരമായിട്ടാണ് എല്ലാ ദിവസങ്ങളും മാസങ്ങളെല്ലാം കടന്നു പോയത്. ജനങ്ങളായിട്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ബന്ധം സ്ഥാപിക്കുവാനും പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാനും പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവർക്കും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കൊച്ചച്ഛൻ്റെ വാക്കിൽ തന്നെ ഒരു കാര്യം, നിങ്ങളന്ന് ഒരുമിച്ചിരുന്ന് അന്നത്തെ ദിവസം ഇവിടേക്ക് പ്രഖ്യാപനത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ കൊച്ചച്ഛൻ ചോദിച്ചു എന്ന് പറഞ്ഞു, ഇന്ന് പ്രഖ്യാപനം ഉണ്ടല്ലോ പോകണ്ടേ? അപ്പോൾ പിതാവ് പറഞ്ഞു പോകണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയമെല്ലാം ഈ കാര്യം ഉള്ളിൽ കിടക്കുന്നുണ്ട്. പിതാവ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി, ഉച്ചയ്ക്ക് വരെ എന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച ആൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിതാവായിട്ട് അഭിഷേകത്തിനാവുന്നു അല്ലെങ്കിൽ പ്രഖ്യാപനം വരുന്നു എന്നുള്ളത് ആ സമയത്ത് തോന്നിയോ? കൊച്ചച്ഛനോടെങ്കിലും ഒന്ന് പറയണം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാണ്ടിരിക്കുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ എന്തായാലും അറിയുമല്ലോ. ആ സമയത്ത് മനസ്സിലൂടെ പോയത് എന്താണ്? ഷിനോജച്ചനാണ്. ഷിനോജന് ഞാനും ഷിനോജനുമായിട്ടൊരു ചേട്ടനനുജൻ ബന്ധമായിരുന്നു. അദ്ദേഹം നല്ല കഴിവുള്ള വ്യക്തിയാണ്. പ്രസംഗിക്കാനായിട്ടും ആരാധന നടത്താനായിട്ടും എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യാനായിട്ടൊക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അച്ഛനാണ്. വളരെ പക്വതയുള്ളൊരു മനുഷ്യൻ. ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടും കൂടി എനിക്ക് അദ്ദേഹത്തിന് വളരെ ബഹുമാനവും സ്നേഹമായിരുന്നു. ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും പരസ്പരം ചോദിച്ചൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഞാൻ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഷിനോജൻ ആയിരിക്കുന്ന ആ പള്ളിയിൽ ഞാൻ പോകാറുണ്ടായിരുന്നു. എന്നെ പല കാര്യങ്ങളിലും ഷിനോജൻ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ രഹസ്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ ഇടയിൽ. എന്തുണ്ടെങ്കിലും തുറന്ന് പറയും. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് ഒട്ടും പറയാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അപ്പോൾ എൻ്റെ പേര് ലിസ്റ്റിലുണ്ട് എന്ന് അറിഞ്ഞ അത് മുതൽ അച്ഛൻ ഇടയ്ക്കൊക്കെ ചോദിക്കുമായിരുന്നു, എന്താണ് മുഖം ഇങ്ങനെ അല്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛന് ചിലപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാകാമായിരിക്കാം, ചിലപ്പോൾ ഞാൻ ഇത് എന്നോട് ആരെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുഖത്തിൽ യാതൊരുവിധ എക്സ്പ്രഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. മറ്റുള്ള ആരെ കാണുമ്പോഴും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഷിനോജൻ്റെ മുമ്പ് വരുമ്പോഴേക്കും എനിക്ക് എങ്ങനെ ഇത് പൊട്ടിപ്പോവുക എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അന്നും ഇതുപോലെ തന്നെ എനിക്ക് 2 തവണ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ പോകേണ്ടി വന്നു. ഒന്ന് രാവിലെ കുർബാന, കാരണം എനിക്കറിയാം വൈകുന്നേരം എനിക്ക് ഈ അനൗൺസ്മെൻറ്റ് ഉള്ളതുകൊണ്ട് വൈകുന്നേരത്തെ കുർബാന ഒക്ടോബർ മാസം ആയതുകൊണ്ട് എല്ലാ ദിവസവും വൈകിട്ടായിരുന്നു കുർബാന. അപ്പോൾ വൈകിട്ടുള്ള എൻ്റെ കുർബാന ചൊല്ലാൻ എനിക്ക് പറ്റില്ലെന്നുള്ളത് എനിക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുർബാന രാവിലെയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ പോയിട്ട് ഞാൻ പലപ്പോഴും അങ്ങനെ ചൊല്ലാറുണ്ട്. കോടതിയുള്ള ദിവസങ്ങളിൽ നേരത്തെ പോരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കുർബാനയിലോട്ടാണ് പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമുള്ള കാര്യമല്ല. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ ചൊല്ലിക്കുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ കുർബാന ചൊല്ലി അങ്ങനെ ചെല്ലല്ലോ. രണ്ടാമതും എനിക്ക് അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അനൗൺസ്മെൻറ്റ് ബിഷപ്പ് ഹൗസിൽ നിന്ന് പോകുന്നത് 8 മണിക്കാണ് രാവിലെ. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ കുർബാന ചൊല്ലുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അച്ഛനത് ആ സമയത്ത് അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. 8 മണിക്ക് ശേഷമാണ് എനിക്ക് വീണ്ടും പോകേണ്ടി വരിക. ആ സമയത്ത് അദ്ദേഹം അവിടെ ഒരു പണിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ട്. അപ്പോൾ മുഖത്തു നിന്ന് ഒന്ന് വായിച്ചെടുക്കാതിരിക്കാനായിട്ടുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തുണ്ട്. എന്നിരുന്നാലും ഈ വാർത്തയെക്കുറിച്ച് ചോദിച്ചു. ഇന്ന് അവിടെ എന്തോ വിളിച്ചിട്ടുണ്ടല്ലോ, പോകുന്നുണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാനും അങ്ങനെ കേട്ടു, ഞാനും പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അദ്ദേഹത്തിനോട്, എനിക്ക് വൈകിട്ട് അന്നത്തെ ദിവസം വൈകിട്ട് ഇവിടെ കൂരിയ മീറ്റിംഗ് ഉണ്ടാകും. എന്തിൻ്റെ മീറ്റിംഗ് എന്നറിയില്ല. അപ്പോൾ കൂരിയ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം, പലപ്പോഴും ഇവിടെ കൂരിയ മീറ്റിംഗ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ചോദ്യം ചോദിച്ചില്ല. അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ കൂടെ വരേണ്ടതാണ്. ഞങ്ങൾ വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹം കൂടി വരും. ഞങ്ങൾ ഒരുമിച്ച് കാറിന് വരും, ഒരുമിച്ച് തന്നെ തിരിച്ചു പോകും.
അപ്പോൾ അന്ന് കൂരിയ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ ലേറ്റ് ആവും എന്നുള്ളതിൻ്റെ പേരിൽ വേറെ എന്ത് പ്രശ്നം ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഞാനല്ല എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ വിശ്വസിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടാകും. ഞാൻ ഉടനെ തന്നെ അവിടെ നിന്ന് തിരിഞ്ഞ് വണ്ടിയെടുത്ത് പോരുകയാണ്. എന്തായാലും അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കായാലും ഇത് ഉള്ളിൽ എന്തായിരുന്നു പിതാവ് എന്ന് എങ്ങനെ ഒളിപ്പിച്ചു എന്നുള്ളതൊരു ഇതായിട്ട് വന്നിരുന്നു. പിതാവ് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ പിതാവ് ജുഡീഷ്യൽ വികാരമായിട്ടൊക്കെ ഇരുന്നായിരുന്നു, ഒരുപാട് പള്ളികൾ സേവനം ചെയ്തിട്ടുണ്ട്. പിതാവ് ആ സമയങ്ങളിൽ നേരിട്ട എന്തെങ്കിലും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ? 9 വർഷത്തോളം ഞാൻ ജുഡീഷ്യൽ വികാരി ആയിരുന്നു. എനിക്ക് ഒത്തിരിയേറെ എന്നെ തന്നെ ഒരുക്കാൻ പറ്റുന്നൊരു അവസരങ്ങളായിട്ട് ദൈവം എനിക്ക് തന്നതായിട്ടാണ് എനിക്കിപ്പോൾ ചിന്തിക്കുമ്പോൾ. എനിക്ക് വലിയ അങ്ങനെ ഒരാളെ കേട്ട് നിൽക്കാനായിട്ടുള്ള കഴിവൊന്നും ഇല്ലായിരുന്നു. നമ്മളൊക്കെ ഒരു കാര്യം പറയുമ്പോൾ കാര്യത്തിലേക്ക് വന്നില്ല നമ്മളപ്പോൾ തന്നെ പറയുമല്ലോ, ശരിക്കും കാര്യം എന്താണെന്ന് പറയാം. അങ്ങനെ നമ്മൾ പറഞ്ഞ് ആ വ്യക്തിയെ ഒന്ന് നമ്മൾ സമയം കളയല്ലേ എന്ന രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ എനിക്കും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതൊക്കെ മാറി ഒരു വ്യക്തിയെ എന്ത് തന്നെ പറഞ്ഞാലും കേൾക്കാനായിട്ടുള്ള ക്ഷമയൊക്കെ എനിക്ക് കിട്ടിയത് ഞാൻ ഈ ജുഡീഷ്യൽ വികാരിയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് മിക്കവാറും ചെറുപ്പക്കാർ, ആൺപിള്ളേരും പെൺപിള്ളേരുമാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അവർ ഏറ്റവും വലിയ തീരുമാനമെന്ന് കരുതി അവർ എടുത്തിട്ടുള്ളത് തെറ്റിപ്പോയതിൻ്റെ പേരിലും ബന്ധം വിച്ഛേദിക്കേണ്ടതിൻ്റെ പേരിലും വന്ന് എൻ്റെ മുമ്പിൽ വരുന്നതാണ്. എൻ്റെ ഒത്തിരിയേറെ ഞാൻ ചില സമയത്ത് അവർ കരയുന്ന പോലെ തന്നെ എൻ്റെ മനസ്സ് ഒത്തിരിയേറെ കരഞ്ഞിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളും അവർക്ക് ആരോടും പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. മാതാപിതാക്കളോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ, ഇനി ദൈവം അവർക്കായിട്ട് കൊടുത്ത ആ ജീവിത പങ്കാളിയോട് പോലും പറയാൻ പറ്റാത്ത വേദനകളും വിഷമതകളും ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ തുറന്ന് പറയുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആ ഒരു സ്വഭാവം, കാര്യം പറയുന്നു അല്ലെങ്കിൽ ചുരുക്കി പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് എവിടെയോ പോയി ഒളിച്ചെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നീട് ഒരാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ സൈലൻ്റ് ആകുമായിരുന്നു. കാരണം അയാളെ കേൾക്കാനായിട്ടുള്ള ക്ഷമയും ഇതൊക്കെ എല്ലാം എനിക്ക് അങ്ങനെ കിട്ടിയതാണ്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് നമ്മുടെയൊക്കെ ഈ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ അറേഞ്ച്ഡ് എന്നുള്ള ആ ഒരു വാക്കിന് സ്ട്രിക്റ്റായിട്ടുള്ള ഒരു മീനിങ്ങിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അന്വേഷിക്കുന്നത് വളരെ കുറവായിരുന്നു. നമ്മുടെയൊക്കെ കുടുംബത്തിലെ പല കുട്ടികളും, ആൺപിള്ളേരായിക്കോട്ടെ പെൺപിള്ളേരായിക്കോട്ടെ, വിവാഹബന്ധം അത് വേർപെട്ടു പോകാനായിട്ടുള്ള കാരണമായിട്ട് എനിക്ക് തോന്നിയത് മാതാപിതാക്കൾ അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ആരെക്കൊണ്ടാണോ എൻ്റെ മകനെയോ മകളെയോ വിവാഹം കഴിപ്പിക്കുന്നത് അവരെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് താല്പര്യം കാണിച്ചില്ല, അല്ലെങ്കിൽ അവർ ശ്രമിച്ചില്ല. അവർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് വിവാഹം നടത്തി വന്നപ്പോൾ വിവാഹത്തിന് ശേഷമാണ് പല സത്യങ്ങളും തിരിച്ചറിയുന്നതും. അതിലൂടെ ഒത്തിരിയേറെ വിവാഹം, ഇപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത്തിരി സ്വാതന്ത്ര്യമുണ്ട്. അവരോട് കൂടി അഭിപ്രായം അന്വേഷിച്ചിട്ടാണ് മാതാപിതാക്കൾ വിവാഹം ഉറപ്പിക്കുന്നത്. നേരത്തെ പെണ്ണ് കാണൽ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ആണ് കാണലും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ട്രാൻസ്പെറൻസി എന്നുള്ളത് 100% നമ്മൾക്ക് വിവാഹത്തിൽ നമുക്ക് കിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും അന്വേഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മാതാപിതാക്കൾ കൈവെള്ളയിൽ എന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് 18, 20, 30 അല്ലെങ്കിൽ ആ അത്ര വയസ്സ് വരെ അവരുടെ മുമ്പിൽ വളർന്ന കുട്ടി ആരെ വിവാഹം കഴിക്കുന്നു എന്നതിനെക്കുറിച്ച് ചിന്തയും ആ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ചുള്ളൊരു അന്വേഷണം ഇല്ല എങ്കിൽ അത് മാതാപിതാക്കൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യുക? ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ ഇനിയും വരണം. കണ്ടതുകൊണ്ടോ കേട്ടതുകൊണ്ടോ വിശ്വസിക്കാതെ ആരാണോ വിവാഹം ചെയ്യാൻ വരുന്നത് ആ വ്യക്തിയുടെ ക്യാരക്ടറിനെ കുറിച്ച് കൂടി ഒന്ന് ചിന്തിച്ച് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പലരോടും പറയാറുണ്ട്. എനിക്ക് ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി യുവജനങ്ങൾ അവർ സ്വയം കണ്ടെത്താൻ കൂടി, പണ്ട് മാതാപിതാക്കൾ കൂടുതലുണ്ടായിരുന്നു, പക്ഷേ ഇന്നത്തെ യുവജനങ്ങൾ സ്വയം കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിലും കൂടി വന്നിട്ടില്ലേ? അവർക്കും തെറ്റുകൾ പറ്റാം. ഞാൻ പറഞ്ഞ തെറ്റുകൾ ആരുടെ ഭാഗത്തു നിന്ന് സംഭവിക്കാം. കാരണം മാതാപിതാക്കളുടെ അത്തരം പരിചയമോ അല്ലെങ്കിൽ അനുഭവങ്ങളോ ഒന്നും അവർക്കില്ല. അവരിതുപോലെ തന്നെ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നമുക്കറിയാമല്ലോ, അറേഞ്ച്ഡ് മാരേജിന് അപ്പുറം ഇഷ്ടപ്പെട്ട് കിട്ടുന്ന വിവാഹങ്ങളുണ്ട്, മക്കൾ അതിനെ കണ്ടുപിടിച്ച് കിട്ടുന്നത്. അതിന് ഞാൻ എതിരല്ല. പക്ഷേ അവിടെയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടുകൂടെ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ഒത്തിരിയേറെ ഉണ്ട്. ആ പക്വതയോടെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് പോകും. എന്നാലും ഈ പറയുന്നത് ആദ്യത്തെ വിവാഹത്തിലെ ചെറിയൊരു കുറവേ ഞാൻ പറഞ്ഞുള്ളൂ. അത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. മാതാപിതാക്കൾക്ക് അത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകാം. പക്ഷേ ഒത്തിരിയേറെ കാര്യങ്ങൾ അന്വേഷിക്കാഞ്ഞതിൻ്റെ പേരിൽ
ഒത്തിരി വിവാഹങ്ങൾ അസാധുവാക്കാനായിട്ടുള്ള അപേക്ഷകൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ കാര്യം ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഈ കൊച്ചി രൂപതയിലെ വിശ്വാസികൾ, ഇത് തീരദേശ പ്രദേശമാണ് കൊച്ചി വരുന്നത്. അപ്പോൾ ഇവിടെ വിശ്വാസികൾ നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ അത് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പിതാവിന് ഒരു ഐഡിയ, അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് എന്താണ് പിതാവിന് തോന്നുന്നത്? നമ്മൾക്കത് പൊതുവായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ ഈ ചെറിയ ഒരു രൂപതയാണെങ്കിൽ തന്നെയും ഓരോ ഭാഗത്ത് ഓരോ ഇടവകയ്ക്ക് തന്നെയും അതിൻ്റേതായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ അത് നമ്മൾ എന്താണോ അത് ഓരോ ഇടവകയിൽ നിന്നാലേ നമുക്കതിൻ്റെ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെന്നുള്ളത് ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിടവകയിലുള്ളത് അതേ പ്രശ്നങ്ങളാകണമെന്നില്ല അടുത്ത ഇടവകയിലുള്ള പ്രശ്നങ്ങൾ. ഇന്നത്തെ കാലത്ത് വിശ്വാസികൾ സഭയിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? അത്തരത്തിൽ പിതാവിന് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും സഭയിൽ നിന്നുള്ള വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. അത് വിശ്വാസപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും അവരുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ സഭയിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ, ഇനി അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ അതോ, എന്താണോ ഒരു വൈദികനിലൂടെ അവരുടെ വികാരി അച്ഛനിലൂടെ ഒരു ഫാമിലി എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കില്ല. പക്ഷേ എന്താണോ ഒരു വൈദികനെ കൊണ്ട് സാധിക്കുന്നത് അത് ആ വൈദികൻ്റെ ആ പരിധി അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ആധ്യാത്മിക ജീവിതത്തിൽ എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ളത് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ്. പിന്നെ അവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ പറ്റിയാൽ അത്രത്തോളം നല്ലതായിരിക്കും. എല്ലാ കുടുംബങ്ങളും സന്തോഷമായിട്ടിരിക്കണം എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. ഈ കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസമായ രംഗത്തോ അല്ലെങ്കിൽ സാമൂഹിക രംഗത്ത് ഒരുപാട് പാരമ്പര്യമുള്ളതാണ് കൊച്ചി രൂപത. കേരളത്തിലെ ആദ്യത്തെ രൂപത എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസം വളർത്തിയെടുക്കുന്നതിൽ കേരളത്തിൽ കൊച്ചി രൂപതയ്ക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്. അപ്പം അത്തരത്തിൽ ഇനി അങ്ങയുടെ വിഷൻ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വളർച്ച കേരളത്തിൽ ഈ രൂപതയിൽ പ്രാവർത്തികമാക്കുന്നതിൽ? തീർച്ചയായിട്ടും അതെല്ലാം എൻ്റെ അച്ഛന്മാരോട് കൂടി ചേർന്ന് എടുക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഒരു 10, 25, 50 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു രൂപതയുടെ സാഹചര്യമല്ല, ഒത്തിരിയേറെ മാറിയിട്ടുണ്ട്. പള്ളിയിലേക്ക് നമ്മുടെ യൂത്തിൻ്റെ വരവ് കുറഞ്ഞിട്ടുണ്ട്, കുടുംബങ്ങളിൽ പ്രാർത്ഥന കുറഞ്ഞിട്ടുണ്ട്, മൊത്തത്തിൽ വൈദികരും ജനങ്ങളുമായിട്ടുള്ള പഴയ ബന്ധം അതുപോലുള്ള ബന്ധമല്ല, അതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഓരോ ഇടവകയിൽ എന്ന പോലെ തന്നെ രൂപത മൊത്തം നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യുകയും എന്താണോ രൂപതയ്ക്ക് ആവശ്യമായിട്ടുള്ള രൂപത മക്കൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു പ്രോജക്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു നല്ലൊരു തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ല. ഈ കേരളത്തിൻ്റെ സാമൂഹിക രംഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ ഈ ഡ്രഗ്സ്, ഇപ്പോൾ പണ്ട് മദ്യപാനം കൂടേണ്ട ഇപ്പോൾ മദ്യപാനത്തിൽ നിന്ന് ഡ്രഗ്സിലേക്ക് യുവജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കേസുകൾ നമ്മൾ കാണുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ രംഗത്ത് സഭയ്ക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? തീർച്ചയായിട്ടും അവരെ അതിൽ നിന്ന് പിന്തിരിയാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. ഏതൊരു മാതാപിതാക്കളെയും അതിന് ബോധവൽക്കരിക്കുക, അതുപോലെ തന്നെ യുവജനങ്ങളെ ബോധവൽക്കരിക്കുക. ഇന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഡ്രഗ്സിൻ്റെ ആ ഒരു യൂസേജ് അത് കുറയ്ക്കുക. അതിനെ നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും അത് എങ്ങനെയാണെങ്കിലും അത് ഒഴിവാക്കുക എന്നുള്ളത്. അതിനെന്താണോ നമുക്ക് സാഹചര്യം അനുസരിച്ച് ചെയ്യാൻ പറ്റുക അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച് ചെയ്യണം. അതുപോലെ തന്നെ പിതാവെ, ഇപ്പോൾ നേരത്തെ പിതാവ് പറഞ്ഞ പോലെ വിവാഹത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഇന്ന് നമ്മൾ അതിന്യൂനപക്ഷമായിട്ട് ക്രൈസ്തവർ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വിവാഹിതരാവുകയാണെങ്കിൽ കുട്ടികൾ വളരെ കുറവായിരിക്കാം, അല്ലെങ്കിൽ ലേറ്റായിട്ട് വിവാഹം കഴിക്കുന്നവരുടെ എണ്ണം കൂടെ അതുകൊണ്ട് അതിന്യൂനപക്ഷമായിട്ട് നമ്മൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സഭയിലൊരു വെല്ലുവിളിയല്ലേ? അതിനെല്ലാത്തിനും നമ്മൾ സഭയിൽ മക്കൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വിശ്വാസികൾ തീരുമാനിക്കേണ്ട കാര്യം നമുക്ക് ആർക്കും അടിച്ചേൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. പണ്ട് ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞാൻ 7ാമത്തതാണ്. ഇന്ന് അങ്ങനത്തെ ഒരു കുടുംബം അവർ ചിലപ്പോൾ ഒന്നായിരിക്കും, ഒരു മകനോ ഒരു മകളോ, ചിലപ്പോൾ 2, അതിൽ കൂടുതൽ പോകാനായിട്ട് ചിലപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർ രണ്ടുപേരുടെയും അങ്ങനെ ഒരു ആഗ്രഹമായിരിക്കാം. നമുക്ക് നിർബന്ധിച്ചുകൊണ്ട് ഒരു ഫാമിലിനെയും ഫോഴ്സ് ചെയ്തുകൊണ്ട് നമുക്ക് കുട്ടികളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് അത് ഇന്നത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മളങ്ങനെ പറയുകയാണെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജനങ്ങളെ ഫോഴ്സ് ചെയ്ത് പിന്നെ അവരൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കോ കുടുംബ പ്രശ്നത്തിലേക്കോ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദികൾ നമ്മളാണെന്ന രീതിയിൽ വരും. അത് അവർ തന്നെ വിശ്വാസപരമായിട്ടോ അവരുടെ ആ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടോ എടുക്കേണ്ട ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായിട്ടും നമ്മൾ പൊതുവേ പോപ്പുലേഷൻ തന്നെ കുറയുന്നുണ്ട്. അതിന് സഭയ്ക്ക് എന്താണോ ചെയ്യാനായിട്ട് സാധിക്കുക, ജനങ്ങളെ ബോധവൽക്കരിക്കാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവർ തന്നെ അതിനായിട്ടൊരു സൊല്യൂഷൻ കാണുകയാണെങ്കിൽ അത്. ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ പിതാവിന് യുവജനങ്ങളോട് പറയാനുള്ളത് എന്താണ്? തീർച്ചയായിട്ടും നല്ലതുകൊണ്ട്, അത് സോഷ്യൽ മീഡിയ കൊണ്ട് വളരെ ഗുണമുണ്ട്, അതുപോലെ തന്നെ ദോഷമുണ്ട്. നമ്മൾ പറയാറുള്ള ആ ചൊല്ലൽ തന്നെ അധികമായാൽ അമൃതും വിഷം തന്നെയാണെന്നുള്ള രീതിയിലുള്ള, അത് നമ്മളത് തിരിച്ചറിയണം, വ്യക്തിപരമായിട്ട് തിരിച്ചറിയണം. ഇന്നത്തെ കാലത്ത് വ്യക്തി തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ വ്യക്തി അതിന് കീഴ്പ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഒരു കുട്ടി അവന് തിരിച്ചറിവിൻ്റെ പ്രായത്തിനേക്കാൾ മുന്നേ തന്നെ ഒരു മൊബൈൽ അവൻ്റെ കയ്യിലുണ്ട്. അവൻ ആ സമയത്ത് തന്നെ അഡിക്റ്റ് കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾ ഇതവർക്ക് ഡേഞ്ചറസ് ആണെന്നുള്ളത് ചിന്തിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചില കുട്ടികളുടെ കയ്യിൽ നിന്ന് മൊബൈലുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. കാരണം അത്രയും ദേഷ്യമാണ് അവർ പിന്നീട് കാണിക്കുക. പിന്നെ അത് ഒരു നിവൃത്തിയില്ലാതാകുമ്പോൾ മാതാപിതാക്കൾ വീണ്ടും അത് തിരിച്ചു കൊടുക്കും. അതൊരു ചെറിയൊരു കുട്ടിയുടെ കാര്യമാണ്. അതാ മുതിർന്നവരുടെ കയ്യിൽ ഈ സാധനം എപ്പോഴും ഉണ്ട്. നമുക്ക് ഒരു നിമിഷം കൊണ്ട് ഒരു നല്ലൊരു റീല് കാണാം, അതേസമയം തന്നെ ഒരു നിമിഷം കൊണ്ട് ഒരു മോശം റീല് കാണാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് മുതിർന്നവർക്ക്. അപ്പോൾ മൊത്തത്തിൽ നമ്മളെല്ലാവരും പല രീതിയിൽ ഇതിന് അഡിക്റ്റാണ്. കുട്ടികളെ നമ്മൾ നിയന്ത്രിക്കുന്ന കാര്യം പറയും, പക്ഷേ മുതിർന്നവർ അതിലും കൂടുതൽ അഡിക്റ്റഡാണ്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും തന്നെ വ്യക്തിപരമായിട്ട് ചിന്തിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം. അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റൊരു കാര്യം, സഭയിൽ ദൈവവിളി കുറയുന്നുണ്ടോ? ദൈവവിളി കുറയുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറയുന്നുണ്ടാകാം. പക്ഷേ ആ ദൈവവിളി കുറയുന്നതിൻ്റെ വലിയൊരു ഭാഗം നമ്മുടെ കുടുംബങ്ങളിലൊന്നും കുട്ടികളുടെ നമ്പർ പണ്ടത്തെ പോലെ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പണ്ടുണ്ടായിരുന്ന അത്രയും നമ്പറൊന്നും മക്കളൊന്നും ഇന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രൂപതയിലേക്കുള്ള ദൈവവിളിയുടെ കാര്യത്തിൽ വലിയ കുറവ് സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും പല കോൺഗ്രിഗേഷൻസിലേക്ക്, സിസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ കോൺഗ്രിഗേഷൻസിലേക്ക് കുറഞ്ഞത് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ പണ്ടത്തേലും കൂടുതൽ കോൺഗ്രിഗേഷൻസ് ഇന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഈ പറയുന്ന പോലെ നമ്പർ ഓരോ കുടുംബത്തിലും കുറഞ്ഞതൊരു വാസ്തവം, മറ്റൊന്ന് കോൺഗ്രിഗേഷൻസിൻ്റെ എണ്ണം കൂടിയത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ദൈവവിളി ഇപ്പോഴും ഉണ്ട് എന്നാണ്. പൂർണ്ണമായിട്ട് പേഴ്സൻറ്റേജ് പരമായിട്ടില്ലെങ്കിൽ തന്നെയും നല്ല ദൈവവിളികൾ ഇന്നുമുണ്ട്. അതിനായിട്ട് നമ്മൾ കൂടുതൽ പരിശ്രമിക്കുക കൂടി ചെയ്യണം. ബോധവൽക്കരിക്കാനും ആ ഒരു ദൈവവിളിയെക്കുറിച്ചുള്ള ചിന്ത ഇന്നത്തെ യുവാക്കളിലേക്കും യുവതികളിലേക്കും എത്തിക്കണമെന്നുള്ളത് ഒരു ദൗത്യം കൂടിയുണ്ട് സഭയുടെ ഭാഗത്തു നിന്ന്. ഈ കൊച്ചി രൂപതർ തന്നെ ഒരു വെബ്സൈറ്റിൽ ഇപ്പോൾ കൃപയുടെ വഴി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വൈദികരും സന്യസ്തരൊക്കെ പിതാവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന, ആശംസകൾ നേരുന്നുണ്ട്. അത്തരത്തിൽ കൊച്ചി രൂപതയിലെ വൈദികരോടും സന്യസ്തരോടും അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും അതിനേക്കാൾ ഉപരി രൂപതയിൽ എന്താണോ ഞങ്ങൾ ചെയ്യേണ്ടത് അതിന് ഈ വൈദികരുടെയും സന്യസ്തരുടെയുമായിട്ടുള്ള ഒരു ഒത്തുചേരലും ഒരുമിച്ച് നിൽക്കലുമാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാരണം ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതിലല്ല കാര്യം, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ഒരു ബിഷപ്പായതിൻ്റെ പേരിൽ എനിക്കൊരു തീരുമാനവും അങ്ങനെ എൻ്റെ ഇഷ്ടത്താൽ എടുക്കാനായിട്ട് സാധിക്കുന്നതല്ല ഇന്നത്തെ സാഹചര്യത്തിൽ. അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് എന്താണോ സഭയ്ക്ക് അല്ലെങ്കിൽ കൊച്ചി രൂപതയിലെ മക്കൾക്ക് ആവശ്യം, ഇനി വൈദികർക്ക് തന്നെ ആവശ്യം, അല്ലെങ്കിൽ സന്യസ്തർക്ക് തന്നെ ആവശ്യം, അപ്പോൾ അത് ഞങ്ങൾ കൂട്ടായി എടുക്കേണ്ട തീരുമാനങ്ങളാണ്. കാരണം അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വളർച്ചയാണ്. വിശ്വാസികളുടെ മാത്രമല്ല, ഞങ്ങളും ആ വിശ്വാസഗണത്തിൽപ്പെട്ടവരാണ്. എനിക്ക് തന്നെയും എൻ്റെ വളർച്ചയ്ക്ക് ആവശ്യവും എന്താണെന്നുള്ള തിരിച്ചറിവും ഇവരുടെ ഒരുമിച്ചുള്ള ചർച്ചയിലേക്കായിരിക്കും എനിക്ക് മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ തീരുമാനങ്ങൾ ഒരുമിച്ച് നിന്നെടുക്കണമെന്നുള്ളതാണ് എൻ്റെ താല്പര്യം. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ വൈദികരായാലും വിശ്വാസികളും പറയേണ്ടത്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മെത്രാഭിഷേകം കൊച്ചി രൂപതയിൽ കാണാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുന്നത്. വിശ്വാസികൾക്ക് അങ്ങ് പറയാനുള്ളൊരു സന്ദേശം? തീർച്ചയായിട്ടും ഇത് 1975 കുര്യത്തര പിതാവിൻ്റെ കോൺസെക്രേഷൻ നടന്നത്. അതിനുശേഷമുള്ള കോൺസെക്രേഷൻ 2000 തട്ടങ്കിൽ പിതാവിൻ്റെ. വീണ്ടും 25 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്നത്. കരിയിൽ പിതാവിൻ്റെ നടന്നത് പുനലൂർ രൂപതയിലായിരുന്നു.
അപ്പോൾ തീർച്ചയായിട്ടും അത് ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് നമുക്ക് അനുയോജ്യരായിട്ടുള്ള ഓരോ ഇതുപോലെ തന്നെ ബിഷപ്പ്മാർ നമ്മളെ നയിക്കാനായിട്ട് കടന്നു വരിക. അപ്പോൾ എല്ലാം തികഞ്ഞവരൊന്നും ആയിരിക്കില്ല പിതാക്കന്മാർ. അവർക്ക് അവരുടേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ തന്നെ പിതാക്കന്മാരും ചിന്തിക്കണമെന്നുമില്ല. അപ്പോൾ അതെല്ലാ രീതിയിലും വിശ്വാസികൾക്കും വൈദികർക്കും സന്യസ്തർക്കും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന നല്ലൊരു വ്യക്തിയായിട്ട് മാറാനായിട്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനായിട്ടുള്ളത്. പിതാവിൻ്റെ ബാച്ചിൽ 2 മെത്രാന്മാർ കൂടിയുണ്ട്. ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനി പിതാവും അതോടൊപ്പം തന്നെ സഹായ മെത്രാനായ ജസ്റ്റിൻ പിതാവും. എങ്ങനെയായിരുന്നു അവരുമായുള്ള ഒരുമിച്ചുള്ള പഠനത്തെക്കുറിച്ച് അങ്ങേക്ക് പറയുന്നത്? ആലുവ കാർമൽഗിരി സെമിനാരിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഫിലോസഫി ഒരുമിച്ച് ചെയ്തത്. വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു വർഷങ്ങളായിരുന്നു. 3 വർഷം അവിടെ കടന്നുപോയത്. പാമ്പ്ലാനി പിതാവ് ഇപ്പോൾ എന്തായിരിക്കുന്നുവോ ഇതുപോലെ തന്നെയായിരുന്നു അന്നും. എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടും തൻ്റെ സഹായം ആർക്കാണ് ആവശ്യമുള്ളത് അത് കണ്ടുപിടിച്ച് അവരെ സഹായിക്കുക എന്നുള്ളത് പിതാവിന് ഒരു പ്രത്യേക കഴിവ് അന്നുണ്ട്. നന്നായിട്ട് പഠിക്കുന്ന എന്നാൽ വളരെ എളിമയുള്ള ഒരു വ്യക്തിയായിരുന്നു അന്നും. പിന്നെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കേണ്ടതോ അല്ലെങ്കിൽ പറയേണ്ടതോ അല്ലെങ്കിൽ തെറ്റെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ എല്ലാം ചൂണ്ടിക്കാണിക്കാനൊക്കെ അന്നും അദ്ദേഹത്തിന് നല്ല കഴിവാണ്. അത് ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും പിതാവ് അന്നേ സംസാരിച്ച് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പിന്നെ അദ്ദേഹം ബിഷപ്പായി എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ജസ്റ്റിൻ പിതാവ്. അദ്ദേഹം ഇതുപോലെ തന്നെ വളരെ ശാന്തനായിട്ട് ഒത്തിരിയേറെ കൂട്ടുകാരുള്ള ഞങ്ങളൊക്കെ ഒത്തിരിയേറെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒത്തിരിയേറെ ആസ്വദിച്ചിട്ടുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ആ ഒരു കൂട്ടത്തിലേക്ക് ഞാനും വന്നു എന്നറിയുന്നത് സന്തോഷം. അവരുടെ 2 പേരുടെ സപ്പോർട്ടുണ്ട്. ഞാൻ 2 പേരെയും വ്യക്തിപരമായിട്ട് പോയി കണ്ടിരുന്നു. 2 പേരും അന്നത്തെ ഫംഗ്ഷൻ എല്ലാത്തിനും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രാർത്ഥന ഉണ്ടാകും. ഓക്കെ പിതാവ്, എന്തായാലും വളരെ തിരക്കിനിടയിലാണ് ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം ഞാൻ ചെലവഴിച്ചതിനും ഒപ്പം ഡിസംബർ 7 നടക്കുന്ന മെത്രാഭിഷേകത്തിൻ്റെ എല്ലാവിധ ആശംസകളും അങ്ങേക്ക് താങ്ക് യു നന്ദി. താങ്ക് യു വെരി മച്ച്.